ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പരമസുഖം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസ് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും എല്ലാ സ്കിൻ ടോണിനും എല്ലാ ആൾക്കാർക്കും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ്. കൂടുതലും ന്യൂഡാണ്, ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻസ് കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ അപ്പം ഫസ്റ്റ് എൻ്റെ കയ്യിൽ എല്ലാ സെലിബ്രിറ്റീസിൻ്റെയിലൊക്കെ ഉള്ളതുപോലെ മറ്റേ നമ്മുടെ ഹെവി സാധനങ്ങളൊന്നുമില്ല. ലൈക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ലിപ്സ്റ്റിക്സേ ഉള്ളൂ. സോ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ മെബിലിൻ ന്യൂയോർക്കിൻ്റെ ബാർബിക്യൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. സോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ബാർബിക്യൂ 195 ബാർബിക്യൂ എന്ന് പറയുന്ന ഷെയ്ഡാണ് എൻ്റെ ലിപ്സിൽ കിടക്കുന്നത്, വിച്ച് ഈസ് വെരി ഗുഡ് ഗൈസ്. നമുക്ക് ഇത് ന്യൂഡല്ല, പക്ഷെ ഒരു മറൂണിഷ് റെഡ് കളർ ഷെയ്ഡൊക്കെ പോലെയാണ് ഇത്. നമുക്ക് എന്താ പറയുക, കുറച്ച് ഹെവി ഒക്കെ ആയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പം പുറത്തോട്ടൊക്കെ പോകുമ്പം ഇടാൻ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ്. ജസ്റ്റ് വെരി കംഫർട്ടബിൾ. അങ്ങനെ നോക്കൂ, ഒരു ട്രാൻസ്ഫർ ആവത്തേ ഇല്ല. ഇതൊക്കെ ഞാൻ ആക്ച്വലി വാഷ് ചെയ്ത് കളയുന്നത് ഭയങ്കര പാടുപെട്ടിട്ടാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ ഓയിൽ അല്ലെങ്കിൽ സോപ്പൊക്കെ ഇട്ട് ഉരച്ചാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ യൂഷ്വലി കളയാറ്. അത്ര മാത്രം അടിപൊളിയാണ്. നമുക്കൊരു 24 hours വേണമെങ്കിലും ഇത് നിൽക്കും. നമുക്കിത് ഇട്ടുകൊണ്ട് ഫുഡ് കഴിക്കാം, മറ്റേ ഐസ്ക്രീം കഴിക്കാം, എന്ത് വേണേൽ ചെയ്യാം. ഒരിക്കലും അത് പോകത്തില്ല. കയ്യിലുണ്ടോ? ഇല്ല. അപ്പം ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 800 to 900 റുപ്പീസാണ്. ഇതെല്ലാം 1000 റുപ്പീസിന് ബിലോ ഉള്ള ലിപ്സ്റ്റിക്സ് ആണ്. സോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 850 ഒരു 900 റുപ്പീസിന് താഴെയാണ്. 800 or 900 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ വന്നിട്ട്, ഇപ്പം ഇതൊന്നും എനിക്ക് മായ്ക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്കത് ഇട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിവേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ലിപ്സ്റ്റിക്ക് നമ്മൾ കണ്ടല്ലോ, മെബിലിൻ്റെ ബാർബിക്യൂ 195. സോ ഈ ലിപ്സ്റ്റിക്ക് ഞാനൊന്ന് തുടച്ച് കളയട്ടെ. ബിക്കോസ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, മായ്ച്ച് കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇത് നമുക്ക് മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് ലിപ്സ്റ്റിക്കിലേക്ക് പോകാം. സോ ഇതിൻ്റെ തന്നെ സെയിം ബ്രാൻഡിൻ്റെ തന്നെ 3 ഷെയ്ഡ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. സോ ഇത് ഫസ്റ്റ് വൺ കണ്ടല്ലോ, ഇത് വന്നിട്ട് സെയിം മെബിലിൻ്റെ സ്വീറ്റ് ആൻഡ് സോൾ 190 എന്ന് പറയുന്നൊരു ഷെയ്ഡാണിത്. സെയിം ബ്രാൻഡ്, സെയിം സാധനം, സെയിം പ്രൈസ്. സോ ഇത് ഞാൻ നിങ്ങളെ ഒന്ന് ഇട്ട് കാണിക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ്. സോ ഇത് ഞാനത് ഇട്ട് കാണിക്കാം. ഇതൊരു ഗൈസ്, നല്ല സ്മെല്ലും ഉണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതൊരു മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്ര അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ്. മൈ ലിപ്സ് ഗൈസ്. എന്താ പറയുക, എല്ലാ സ്കിൻ ടോണുകാർക്കും ഈക്വലി യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡാണ്. സോ ഞാൻ ഒന്നും കൂടെ ഷെയ്ഡ് ഏതാണെന്ന് പറയാം. സ്വീറ്റ് ആൻഡ് സോൾ 190 അടിപൊളിയാണ് ഗൈസ്. എൻ്റെ ലിപ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും. സോ കൂൾ, സോ ന്യൂഡ്, വെരി കംഫർട്ടബിൾ, ഒന്നും പറയാനില്ല. അടിപൊളി ഷെയ്ഡ്. പറ്റുന്നില്ല,
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഈ ചുണ്ടിലിട്ടോണ്ട് ഫുഡ് കഴിക്കുക. സാധാരണ ആൾക്കാരൊക്കെ ലിപ്സ്റ്റിക്ക് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി കഴിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമില്ല ഗൈസ്. ഇറ്റ്സ് വെരി നൈസ്. ഇതും ഒരു മസ്റ്റ് ഹാവ് ലിപ്സ്റ്റിക്കാണെന്ന് ഞാൻ പറയും. എല്ലാ പെൺകുട്ടികൾക്കും മസ്റ്റ് ഹാവ് ആണ്. സോറി, തേർഡ് ഷെയ്ഡ്. ഇപ്പോൾ ഇതിൻ്റെ ഈ 2 ഷെയ്ഡ് കഴിഞ്ഞു. ഇനി വരുന്ന അടുത്ത ഷെയ്ഡാണ് ഇത്. ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഞാൻ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പുതിയ ഷെയ്ഡാണ്. ഒരു പിങ്കും അല്ല ന്യൂഡും അല്ല, ന്യൂഡാണ്, പിങ്കും അല്ല. ഞാൻ യൂഷ്വലി എപ്പോഴും ഡസ്റ്റ് കളർ, ഈ സ്കിൻ കളർ ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ന്യൂഡാണ് ഞാൻ യൂഷ്വലി, അല്ലെങ്കിൽ ബ്രൗൺ, മറൂണിഷ് ബ്രൗൺ, ഇങ്ങനത്തെ ന്യൂഡ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ ഇത് വേറൊരു വെറൈറ്റി ഷെയ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഷെയ്ഡ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇറ്റ്സ് എ വെരി ഗുഡ് ന്യൂഡ് ഷെയ്ഡ് ഗൈസ്. സീ, ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഒരു ബേബി പിങ്ക് പോലൊരു ഷെയ്ഡാണ്. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് നന്നായിട്ട് ചേരുന്ന പോലെ എനിക്ക് തോന്നി. വിച്ച് ഈസ് വെരി നൈസ്. ഇതും സെയിം ബ്രാൻഡ് തന്നെയാണ്, മെബിലിൻ സോറി. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ലിപ്പി 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണിത്. ഇറ്റ്സ് ഈസ് വെരി നൈസ്. ദിസ് ഓൾസോ എ മസ്റ്റ് ഹാവ്. സോ ഈ ഒരു 3 ലിപ്സ്റ്റിക്സ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് പ്ലസ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. സോ ഇത് 3ഉം നിങ്ങളുടെ വാർഡ്രോബിൽ മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയും. സോ പ്ലീസ് ടു പർച്ചേസ് ഗൈസ്. പർപ്പിൾ അവൈലബിൾ ആണ്. ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് ഞാൻ നോക്കിയിട്ടില്ല. പർപ്പിൾ അവൈലബിൾ ആണ് എന്താണെങ്കിലും. സോ ആ ഒരു ബ്രാൻഡിൻ്റെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇതെൻ്റെ അടുത്ത ഒരു എല്ലാ ആൾക്കാർക്കും അറിയാവുന്നൊരു ലിപ് ഷെയ്ഡാണ് ലിപ് വിപ്പ് എന്ന് പറയുന്നത്. ലിപ് വിപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു പക്കാ ന്യൂഡ് ലിപ്സ്റ്റിക്. എന്നെ ആൾക്കാർ കാണുമ്പം എല്ലാ ആൾക്കാരും എന്നോട് ഏത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന് കൂടുതലും ചോദിക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് ലിപ്സ്റ്റിക്കിനോട് ഭയങ്കര ക്രേസാണ്. ലിപ്സ്റ്റിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് ഒരു മേക്കപ്പ് പ്രൊഡക്ട്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഗൈസ്. സോ അതുകൊണ്ട് ദിസ് ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. സീ ഗൈസ്, ഞാൻ അധികം ഡാർക്കായിട്ട് ഇട്ട് കാണിക്കുന്നില്ല, കുറച്ച്. സീ ഗൈസ്, ലിപ് വിപ്പ് ഒരു നല്ലൊരു അടിപൊളി ബ്രാൻഡാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പ്രൊഡക്റ്റാണ് ഗൈസ്. ഇത് എല്ലാവരും മസ്റ്റ് ഹാവ് ആണ്. എല്ലാവരും ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനൊരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരു 600 ആ ഒരു റേഞ്ചാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ബട്ട് വർത്ത് ഇറ്റ് ഗൈസ്. അടിപൊളി പ്രൊഡക്റ്റാണ് ഗൈസ്. ഇനി നെക്സ്റ്റ് വന്ന ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ, ഇത് പേഴ്സണൽ ഫേവറേറ്റ് അല്ല, മസ്റ്റ് ഹാവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അതുക്കും മേലുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എല്ലാ ആൾക്കാരും ഈക്വലി ക്യാരി ചെയ്യേണ്ട, എല്ലാവരുടെയും ഹാൻഡ് ബാഗ്സിൽ ഉണ്ടാവേണ്ട ഒരു ലിപ്സ്റ്റിക്കാണ് ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ്, എനിക്കറിയത്തില്ല ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് നമ്മുടെ മാഴ്സിൻ്റെ മാറ്റ് ലിപ്പ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക്. ഇത് 4.5 ml ആണ് വരുന്നത്. സോ മാഴ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഓ മൈ ഗോഡ്, എനിക്കറിയത്തില്ല ഹൗ ടു എക്സ്പ്ലെയിൻ. എനിക്കറിയത്തില്ല, കാരണം എൻ്റെ ഫ്രണ്ട്സ് കൂടുതലും, ഞാൻ ഇതങ്ങനെ എനിക്ക് തീരുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ ഇട്ടുകൊണ്ട് പോയപ്പോഴൊക്കെ എല്ലാ ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ലിപ്സ്റ്റിക്കാണിത്. സോ ഇത് ഞാൻ നിങ്ങൾക്ക്, ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇട്ട് കുറച്ച് നേരം ഇരുന്ന് ആ ലിപ്സ്റ്റിക്ക് ഉണങ്ങിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഷെയ്ഡിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നത്. ഓക്കെ, സോ ഞാനിതൊന്ന് നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഇതൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടേ ഞാൻ ഇടുന്നുള്ളൂ, കാരണം ഇത് ഞാൻ അധികം ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട്, ഞാൻ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ കുറച്ച് ഓവറായിട്ടാണ് ഞാൻ ഇത് ഇടാറ്. അപ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നമ്മുടെ ഫേസ് തോന്നും. സോ സീ ദ ഷെയ്ഡ്, സീ ദ ലിപ്സ് ഗൈസ്. അടിപൊളിയാണ്, നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. എല്ലാവരുടെയും കയ്യിൽ മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ്. ഏകദേശം ഒരു 400 സംതിങ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. പക്ഷേ വർത്ത് ഇറ്റാണ്. നമ്മളൊരു 1000+, 2000, 3000 ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങുന്ന ആ ഒരു പ്രൈസിൻ്റെ വർത്ത് ഈ ഒരു ചെറിയ പ്രൈസിൻ്റെ ലിപ്സ്റ്റിക്ക് തരുന്നുണ്ട്. സോ ഐ തിങ്ക് എവരിവൺ ഷുഡ് ഹാവ് ദിസ് ലിപ്സ്റ്റിക്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ. സോ അത്ര അടിപൊളിയാണ് ഈ ലിപ്സ്റ്റിക്ക്. ഈ വീഡിയോ നീളിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ പെട്ടെന്ന് അടുത്തടുത്ത ഷെയ്ഡ്സ് കാണിക്കാം. സോ നെക്സ്റ്റ് വന്നിട്ട് ഇതൊരു ലിപ് ഗ്ലോസ് ആണ്. ഇതും ഒരു ന്യൂഡ് ഷെയ്ഡാണ്. സോ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ദുബായിൽ ഞാൻ ഏതോ ഒരു മോളിൽ നിന്ന് വാങ്ങിച്ചാണ്, ഐ ഡോണ്ട് റിമെമ്പർ. സോ ഇതും ഒരു അടിപൊളി ഷെയ്ഡാണ് ആയിരിക്കുമല്ലോ. സോ ഐ ഷോ യു. ഇതൊരു ലിപ് ഗ്ലോസ് മോഡൽ ഒരു സാധനമാണ്. നമ്മളിങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഞാനിത് യൂഷ്വലി ഇങ്ങനെ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു ന്യൂഡ് കളറിൽ തന്നെ കുറച്ച് ലൈറ്റായിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ നമ്മൾ ഇടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ മണ്ടയിലും ഇടാം, അല്ലാണ്ട് തന്നെ ആയിട്ടും ഇടാം. കുറച്ചിങ്ങനെ തിളങ്ങി ഒരു ഇതായിട്ട് നിൽക്കും. ആ ഒരു എഫക്റ്റേ ഉള്ളൂ. പക്ഷെ നല്ല ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ്. ഞാനിതൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്ത് കളയാറില്ല. അപ്പോൾ നിങ്ങളിത് കാണിക്കുമ്പോൾ ഞാനിത് ഉപയോഗിക്കുമ്പോൾ പോലും ഇങ്ങനെ ഇടുക തുടച്ച് കളയാം. ഇപ്പോൾ തന്നെ എനിക്ക് വിഷമമുണ്ട്. സോ നെക്സ്റ്റ് വന്നിട്ട് ഇതും സെയിം ഞാൻ ദുബായിൽ ഏതോ മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. കളർ സ്റ്റേ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട് 3Q ബ്യൂട്ടി, ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡും ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് ന്യൂഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. നല്ല ഷെയ്ഡാണ്. ഓക്കെ ഷെയ്ഡാണ്. അങ്ങനെ മസ്റ്റ് ഹാവ് എന്നൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ, ഒരു ഡെയിലി വെയറിൻ്റെ എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് താഴെ ഒരു സാധനം മേടിക്കാൻ പോയപ്പോലും ലിപ്സ്റ്റിക്ക് ഇടും. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ മസ്റ്റ് ഹാവ് ഒന്നുമല്ല. പിന്നെ അധികം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പറ്റിയ ലിപ്സ്റ്റിക്കാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ സെയിം മെബലിൻ ന്യൂയോർക്കിൻ്റെ സെയിം ബ്രാൻഡ് തന്നെ, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ലൈക്ക് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതൊരു മസ്റ്റ് ഹാവ് തന്നെയാണ് ഗൈസ്. കാരണം ഇത് മസ്റ്റ് ഹാവ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് 3 years ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ മൂന്നാമത്തെ എങ്ങാണ്ടാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനിത് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. സോ ഇത് വന്നിട്ടൊരു പക്കാ ന്യൂഡാണ്. ഇത് ഇങ്ങനൊരു നമ്മൾ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടു എന്നറിയാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് പക്ക ഒരു പെർഫെക്റ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു മസ്റ്റ് ഹാവ് തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. സോ കഴിഞ്ഞ 3 ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല. സോ ഇതിൻ്റെ വന്നിട്ട് ഏകദേശം ഒരു 350 റുപ്പീസാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസ്. ഇതിനും ഏകദേശം ഒരു 350, 390 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനൊരു 250 ഓർ ഒരു
250 300 ആ ഒരു റേഞ്ചാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഷെയ്ഡ് വന്നിട്ട് ഇതൊരു 24H മാറ്റ് കിസ് പ്രൂഫ് ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ എനിക്കൊന്ന് ദുബായിലെ ഏതോ ഒരു മോളിൽ നിന്ന് വാങ്ങിച്ചാണ്. ഐ ഡോണ്ട് റിമെമ്പർ ദ പ്ലേസ് ഓർ ഹൈപ്പർ മാർക്കറ്റ് ഓർ സംതിങ്. ഇതൊരു ഇതൊരു പക്ക റെഡ് ഷെയ്ഡാണ്. ഇനി ಅಂದರೆ എന്ന് വെച്ചാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു റെഡ് അല്ലാണ്ട് ഒരു നോർമൽ വേറൊരു മെറൂണിഷ് റെഡ്, ഒരു കുറച്ചും കൂടെ ഒന്ന് ഫേസ് ബ്രൈറ്റൻ ആയിട്ട് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതെൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഏകദേശം ഒരു 400-450 റേഞ്ചാണ് വരുന്നത്. കിസ് പ്രൂഫിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഒരു റെഡ്, ഇതിൻ്റെ ADS നൗ സ്റ്റിക്കി എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. സോ അതും ഒരു നല്ല ഓപ്ഷനാണ്. ഞാനിത് അത്യാവശ്യം ഒരു ഹെവി മേക്കപ്പൊന്നും ഇല്ലാതെ നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് പുറത്ത് പോകുമ്പോൾ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആയിട്ടിരിക്കാനായിട്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇനി വളരെ കുറച്ച് ലിപ്സ്റ്റിക്സേ ഉള്ളൂ. ഇതിനി വന്നിട്ട് മാഴ്സിൻ്റെ തന്നെ ഏതാ ഡിസ്കോ ദിവാനെ സംതിങ് 10 മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് അങ്ങനെ ഒരു മസ്റ്റ് ഹാവ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് ഒരു ഷെയ്ഡാണ്. മസ്റ്റ് ഹാവ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഓക്കെ ഒരു ഷെയ്ഡ് നല്ലതാണ്. ലൈക്ക് ഡെയിലി വേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്ക്, അത്രേ ഉള്ളൂ. ഇനി വന്നിട്ട് മാഴ്സിൻ്റെ തന്നെ 2 കോസ്മോപൊളിറ്റൻ അതിൻ്റെ ഒരു ലിപ് ബാമാണ്. ഇത് ഞാൻ യൂഷ്വലി കിടക്കാൻ നേരം അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇടുന്ന ഒരു ലിപ് ബാമാണ്. ഒരു പിങ്കിഷ് ഷെയ്ഡൊക്കെ തരുന്ന ഒരു ലിപ് ബാമാണ്. ഇത് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് അധികം യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഈ ലിപ് ബാം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഒരു 200 rupees 199 ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ. സോ ഐ തിങ്ക് എവ്രിബഡി ക്യാൻ യൂസ് ദാറ്റ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമ്മുടെ ഫേസ് ഓഫ് കാനഡയുടെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ലിപ്സ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറേ നാളായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അധികം ഞാനിങ്ങനെ തീർന്നാൽ പണിയാവുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഈ ലിപ്സ്റ്റിക്കിന് ഏകദേശം ഒരു 1000 rupees ആ ഒരു ഇതിനടുത്ത് വരുന്നുണ്ട്. ഇതൊരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്, നമ്മളിങ്ങനെ ഷാർപ്പൻ ചെയ്യണം. സോ ഇത് ഒരു നല്ല നല്ലൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഫേസിന് നല്ല ബ്രൈറ്റനിങ് തരുന്ന ഒരു അടിപൊളി മറൂണിഷ് റെഡ് കളർ, ഒരു നല്ല ബ്രൈറ്റനിങ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും നമുക്ക് ലൈറ്റായിട്ട് മേക്കപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ മാത്രം ഇട്ടിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയൊരു ലിപ്സ്റ്റിക്കാണ്. അടിപൊളിയാണ്, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ എൻ്റെ ഒരു ചെറിയ ന്യൂഡ് ലിപ്സ്റ്റിക് ആൻഡ് അതർ ലിപ്സ്റ്റിക് കളക്ഷൻ ഒരു ഹോൾ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എക്സ്പ്ലോറിയ 25. ബൈ ഗൈസ്. താങ്ക് യു.